നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ജാറാണ്. ഇത് ക്യാൻഡിൽ ജാറാണ്. ഇതിനകത്ത് ക്യാൻഡിലായിരുന്നു. അപ്പോൾ ക്യാൻഡിലെല്ലാം കത്തിക്കഴിഞ്ഞപ്പോൾ ഒരു എംറ്റി ജാറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് കുപ്പികളിൽ വേണമെങ്കിലും ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ബേസ് കളേഴ്സ് കൊടുക്കുകയാണ്. ഈ ബേസ് കളറിൻ്റെ കോട്ടിങ്ങും എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോയിലുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. അപ്പോൾ വൈറ്റ് കളറാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 കോട്ട് ചെയ്ത ഒരു ലുക്കാണ് ഇങ്ങനെ. ഞാൻ ഇനി ഇതിൻ്റെ 3rd കോട്ട് അടിക്കാൻ പോകുന്നത് 2 കളർ വെച്ചാണ്. അതാ ഇതുപോലെ യെല്ലോയും ഗ്രീനും ഷെയ്ഡാണ്. ഇനി നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ബ്രഷാണ്, 0, 1, 2 സൈസിലുള്ള ബ്രഷുകൾ, പിന്നെ ബ്ലേഡ്, നമ്മൾ ഫെവിക്രിലിൻ്റെ ക്ലേ, ഫെവിക്കോൾ പൗഡർ, പിന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം. ഫെവിക്രിലിൻ്റെ ഈ ക്ലേ മിക്സ് ചെയ്യുന്ന രീതിയൊക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക, ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ ക്ലേ മിക്സ് ചെയ്ത ശേഷം ഞാൻ ആദ്യം എപ്പോഴും ഒരു ഫ്ലവർ പോലത്തെ എന്തെങ്കിലും ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് ആണ് ആദ്യം ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക്. അപ്പോൾ കുറച്ച് ക്ലേ എടുത്ത് ഇതുപോലെ റോൾ ചെയ്യുക. റോൾ ചെയ്ത ശേഷം ഒത്തിരി തിന്നാക്കാൻ നിൽക്കണ്ട, ചെറിയൊരു മീഡിയം സൈസിൽ റോൾ ചെയ്തിട്ട് നമ്മൾ ആ ബ്രാഞ്ചുകൾ നമുക്ക് എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ട് ഏതൊക്കെ ഡിസൈനിലാണോ നമുക്ക് ബ്രാഞ്ചസ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ഈ ക്ലേ ഡ്രൈ ആവുന്നതിന് മുന്നേ വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ ഈ ബോട്ടിൽ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എല്ലായിടത്തും ബ്രാഞ്ചസ് എനിക്ക് വേണ്ടുന്ന സ്ഥലത്തെല്ലാം ഞാൻ ബ്രാഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയൊരു ബീഡ് സൈസിൽ ക്ലേ എടുക്കുക, എന്നിട്ട് റോൾ ചെയ്യുക. ഇപ്പം ഞാൻ റോൾ ചെയ്ത് കണ്ടില്ലേ, സൈഡിലേക്ക് റോൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പോയിൻറ്റി ആയിട്ട് വരും. ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിക്കാം. നമ്മൾ കുറച്ച് ഫെവിക്കോൾ എടുത്ത് ഒട്ടിച്ച ശേഷം ഇതുപോലെ ഒരു ടൂള് കിട്ടും. ഈ ടൂള് ആക്ച്വലി അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇങ്ങനെ പല സൈസിലുള്ള ടൂളുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബണ്ടിലായിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാം. അപ്പോൾ എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഷേപ്പ് വരും. ഇങ്ങനെ ചുറ്റും ഒരു ഫ്ലവറിൻ്റെ ഇതിൽ നമ്മൾ ചെയ്യണം. വളരെ സിമ്പിളാണ്, അത്രയ്ക്ക് പാടൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ 2nd ലെയർ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എടുത്ത ബോളിൻ്റെ ഏറ്റവും ചെറിയ സൈസിൽ വേറെ ഒരു ചെറിയൊരു മിനി ബോൾ എടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ ആദ്യം വെച്ചതിൻ്റെ ഇൻസൈഡിൽ ഒന്ന് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ വേണം നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാൻ. ഈ ഒരു ടൈപ്പ് ഫ്ലവർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാനൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതിന് നടുക്ക് വന്നിട്ട് ഞാനൊരു ഒരു ബോൾ ഉണ്ടാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതാണ്. നടുക്കൊരു ഒരു റൗണ്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മൊത്തം ബോട്ടിൽ ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ പാർട്ടാണ്. പെയിൻറ്റിങ് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ആദ്യം തന്നെ ബ്രാഞ്ചിൻ്റെ പെയിൻറ്റാണ് കൊടുക്കാൻ പോണേ. ഒരു ബ്രൗൺ കളറും കോപ്പർ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയത്. കാരണം എപ്പോഴും നമ്മൾ ബ്രൗൺ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡാർക്കായിപ്പോവും. അപ്പോൾ ഇച്ചിരി കോപ്പറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോസി ലുക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ബ്രാഞ്ച് എല്ലാം ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതിനകത്ത് ലീവ്സ് ചെയ്യണം. അപ്പോൾ ലീവ്സിനൊക്കെ ഞാനൊരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുകയാണ്. എവിടെയൊക്കെ ഏതൊക്കെ ബ്രാഞ്ചിൽ ഏതൊക്കെ ഫ്ലവറിൻ്റെ അടുത്തൊക്കെ ലീവ്സ് വേണം എന്നുള്ളതൊരു നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. എന്നിട്ട് മൊത്തത്തിലൊന്ന് വരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ ലീവ്സ് ഒരു ഔട്ട്ലൈൻ എല്ലായിടത്തും കൊടുത്തു. ഇനി നമ്മൾ ലീവ്സിൻ്റെ ഇൻസൈഡ് കളർ ചെയ്യാം. ഞാൻ നല്ലൊരു ബ്രൈറ്റ് ഗ്രീനും നടുക്ക് ഇച്ചിരി ഗോൾഡും കൂടെ കൊടുത്താണ് ലീവ്സ് കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക ഷെയ്ഡാണ്, അത് കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പം നമ്മളുടെ കളേഴ്സ്, നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഇനി ഫ്ലവറാണ്. ഫ്ലവർ ഞാൻ ഒരു എന്താ പറയുക വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പീച്ച് കളറാണ്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓറഞ്ചും ഒരു കുറച്ച് റെഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയത്. അപ്പം ഞാൻ അതിൻ്റെ ഏതൊക്കെ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, ഇപ്പം ഞാൻ ഫുൾ എല്ലാ ഫ്ലവേഴ്സിനും കളർ കൊടുത്തു. നമുക്ക് 2 ലെയറുണ്ട് നമ്മുടെ ഫ്ലവറിന്. അപ്പോൾ ആദ്യത്തെ ലെയർ ഇച്ചിരി നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ 2nd ലെയർ ഒത്തിരി ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അത് റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തപ്പോഴാണ് ഈ കളർ എനിക്ക് കിട്ടിയത് കേട്ടോ.
അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് നടുക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പറിൻ്റെ കളറ്, കോപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഒരു മെറ്റാലിക് ഡാർക്ക് പിങ്ക് അങ്ങനെ വേണം പറയാൻ. ഓക്കെ, മെറ്റാലിക് കളറാണത്. അപ്പോൾ ഈ മെറ്റാലിക് ഷെയ്ഡ് ഞാൻ നടുക്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരിത്തിരിയും കൂടെ ഒരു ഒറിജിനൽ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ എടുത്ത് ചെറിയ ചെറിയ ഡോട്ടുകളായിട്ട് നടുക്കിടുക. ഇത് പെയിൻ്റ് എല്ലാം ഉണങ്ങി അതിന് ശേഷം നമ്മൾ കുറച്ച് വാർണിഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഫിനിഷ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക, പിക്ചേഴ്സ് എല്ലാം അയച്ചു തരിക. വീഡിയോ കണ്ടതിന് ഒത്തിരി താങ്ക്സ്. നമ്മൾ അടുത്തൊരു ആർട്ടുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ, ടേക്ക് കെയർ. ീല